പൊളിക്കാൻ എവിടെയാണ് ഔറംഗസീബിന് ശവകുടീരം? 2025 മാർച്ച് 4 BJP നേതാവ് നവനീത് റാണ ഔറംഗസീബിന്റെ ശവകുടീരം പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഔറംഗസീബിന്റെ ശവകുടീരം പൊളിക്കണം എന്ന് ഞാൻ മഹാരാഷ്ട്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു എന്ന് മുൻ MP കൂടിയായ BJP നേതാവ് പറഞ്ഞതായി NDTV വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. മഹാരാഷ്ട്ര BJP മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പിന്തുണക്കുക ചെയ്തതോടുകൂടി ഉത്തരേന്ത്യയിൽ വർഗീയ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് ഒരു കരുകൂടി നീക്കിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഔറംഗസീബിന് ശവകുടീരമുണ്ടോ? ഈ ചുമരെഴുത്ത് പരിശോധിക്കുന്നത് ഈ കാര്യമാണ്. ഏവർക്കും സ്വാഗതം. ഔറംഗസീബിന്റെ ഭരണത്തെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും വിമർശനപരമായ ചരിത്ര വസ്തുതകൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് വിമർശകരായ എല്ലാവരും ഒന്നിച്ചു സമ്മതിക്കുന്ന കാര്യമാണ് അദ്ദേഹം ഒരു ലളിത ജീവിതക്കാരനായിരുന്നു എന്നത്. തന്നെയുമല്ല, അന്നത്തെ മുഗൾ രാജകീയ സ്വഭാവങ്ങളായ മദ്യത്തിൽ നിന്നും ലൈംഗികതയിൽ നിന്നും തീർത്തും മുക്തനായ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് അടയാളപ്പെടുത്തിയ ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഖുർആൻ പകർത്തിയും തൊപ്പി തുന്നിയുമാണ് അദ്ദേഹം ജീവിത ചിലവുകൾ കണ്ടെത്തിയിരുന്നത് എന്നാണ്. ഒരു ചക്രവർത്തിയെക്കുറിച്ച്, അഖണ്ഡ ഭാരതത്തെ മൊത്തത്തിൽ തന്നെ ഭരിച്ചിരുന്ന ഒരാളെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര ലളിത ജീവിതക്കാരനായിരുന്നു ഔറംഗസീബ്. അദ്ദേഹത്തിനെതിരെ വിമർശകർ ഉന്നയിക്കുന്നത് മുസ്തസിബുകൾ അഥവാ സദാചാര സെൻസറിംഗ് നടപ്പാക്കിയ ഭരണാധികാരി എന്നൊക്കെയാണ്. എന്നാൽ സ്വന്തം ജീവിതത്തിൽ തന്നെയാണ് അദ്ദേഹം അത് ഏറ്റവും കൂടുതൽ നടപ്പാക്കിയിട്ടുള്ളത്. ഫക്കീറായി ജീവിച്ച അദ്ദേഹം മരണപ്പെട്ട് കിടക്കാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവായ സയ്യിദ് സൈനുദ്ദീൻ ഷായുടെ ഖബറിന് അടുത്താണ്. സയ്യിദ് സൈനുദ്ദീൻ ഷാ ഒരു സൂഫി വര്യനായിരുന്നു. ഔറംഗസീബിന്റെ ശവകുടീരമല്ല ഖബർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ കുലാബാദിലാണ്. ഔറംഗാബാദ് പട്ടണത്തിൽ നിന്ന് 24 കിലോമീറ്റർ ദൂരത്തായി. പ്രസിദ്ധ സൂഫികളുടെ ദർഗകൾ പ്രത്യേകം സജ്ജമാക്കാതെ തികച്ചും ലളിതമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയാണ്. ആലംഗീർ ദർഗ എന്ന പേരിലാണ് ഇത് ഇപ്പോൾ അറിയപ്പെടുന്നത്. സൈനുദ്ദീൻ ഷിറാസി, ബുർഹാനുദ്ദീൻ ഗരീബ് ചിസ്തി തുടങ്ങി സൂഫി വര്യന്മാരുടെ ദർഗകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. 87-ലധികം വയസ്സുള്ള ഔറംഗസീബ് 1707 അഹമ്മദാബാദിൽ വെച്ച് മരണപ്പെടുന്നത്. മകൻ മുഹമ്മദ് അസ്ലം ഷാ, മകൾ സീനത്തുന്നീസ എന്നിവരുടെ നേതൃത്വത്തിൽ കുലാദാബാദിലേക്ക് മൃതദേഹം കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ സംസ്കരിക്കുകയും ചെയ്തു. വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് അവിടെ നിങ്ങൾക്ക് കാണാനാവുക. തൊപ്പി തുന്നിയും ഖുർആൻ പകർത്തി എഴുതിയും ജീവിത ചിലവിനായി സംഭരിച്ച പണത്തിൽ നിന്ന് സ്വരൂപിച്ചു വെച്ച 14 രൂപ 12 അണ നൽകിയാണ് ആ സമാധി സ്ഥലം അദ്ദേഹം വിലക്ക് വാങ്ങിയത്. മരണശേഷമുള്ള കർമ്മങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പണം തന്നെയാണ് ഉപയോഗപ്പെടുത്തിയത്. ബാക്കി 300 രൂപ ദാനം ചെയ്തു. വളരെ ലളിതമായിരിക്കണം ഖബർസ്ഥാൻ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അങ്ങനെ തന്നെയാണ് ആ ഖബർസ്ഥാൻ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്കത് കാണാം. ആ ശവകുടീരം കണ്ട നിങ്ങൾക്ക് ആ കാര്യം ബോധ്യമാവുകയും ചെയ്യും. സാധാ ഒരു ഖബർ മാത്രം. മുകളിൽ എടുപ്പുകളില്ല, കെട്ടിടങ്ങളില്ല. ഒരു കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന രാജാവിന്റെ ഒരു ശവകുടീരമാണ് ഇത് എന്ന് തോന്നുക പോലുമില്ല. ലളിതമായ തുറസായ ഒരു സ്ഥലത്ത് ഉള്ള ഒരു ശവകുടീരമല്ല, അത് ഖബറാണ്. പിന്നീട് ഇന്ന് കാണുന്ന മാർബിൾ ഖബറിന് ചുറ്റും പാകുന്നതും വേലി കെട്ടുന്നതും ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ പ്രഭുവിന്റെ അഭ്യർത്ഥന പ്രകാരം ഹൈദരാബാദ് നിസാം ആണ് ഖബറിന് മുന്നിൽ ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്, ചുറ്റും അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: സമ്പന്നർക്ക് അവരുടെ ശവക്കുഴികൾക്ക് മുകളിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും താഴികക്കുടങ്ങൾ നിർമ്മിക്കാൻ കഴിയും. എന്നെ പോലുള്ള ദരിദ്രർക്ക് ആകാശം മാത്രം മതി. ആകാശമാണ് താഴികക്കുടം എന്ന് പറഞ്ഞാൽ വർഗീയ വിദ്വേഷവുമായി വരുന്നവർക്ക് അദ്ദേഹത്തിന്റെ ശവകുടീരം പൊളിക്കാനാവില്ല. പകരം ഖബർ മാന്താനേ കഴിയൂ എന്ന്. നന്ദി, നമസ്കാരം. പിന്നീട് മറ്റൊരു വിഷയവുമായി വരാം. ഗുഡ് ബൈ.